ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഫ്രഷേഴ്സിൻ്റെ ബാക്കി വിശേഷങ്ങൾ കണ്ടാലോ. പിന്നെ അടുത്ത ചലഞ്ച് വന്നിട്ട് ടേസ്റ്റ് ആൻഡ് സ്മെൽ ചലഞ്ച് ആയിരുന്നു കേട്ടോ. അപ്പം പിള്ളേർ സോപ്പൊന്നും കഴിച്ചില്ല, അടിപൊളിയായിട്ട് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ചലഞ്ച് സാരി ഡ്രൈപ്പിംഗ് ചലഞ്ച് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ചലഞ്ച് എത്തിയപ്പോൾ എല്ലാവരും അത്യാവശ്യം നല്ല എനർജിയിലായിരുന്നു. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ. എന്തായാലും അവന്മാർക്ക് സാരി ഡ്രൈപ്പ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ പോലും അവരെങ്ങനെയൊക്കെയോ നല്ല രീതിക്ക് അവരെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഗസാലതി അവർക്ക് ഓരോ പൊട്ടൊക്കെ കുത്തി അവരെ സുന്ദരന്മാരാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതിൽ ജയിച്ചത് ഈ പച്ച സാരിയാണ് കേട്ടോ. അങ്ങനെ ജയിച്ചത് കൊണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പ്ലാവിലയുടെ തൊപ്പിയും അതെല്ലാം ഇവർക്ക് ഇട്ട് നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിട്ടൊരു റാംബോക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെറുക്കൻ ഇവിടെ കയറി ഇങ്ങ് തകർത്തിട്ടുണ്ട് ഗൈസ്. ഭയങ്കര സപ്പോർട്ടായിരുന്നു അവൻ എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു. അങ്ങനെ ദേ പിന്നെ സാരി ഉടുപ്പിച്ച് ഉടുത്ത ആളും കൂടെ ഒരു റാമ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും എല്ലാവരും അടിപൊളിയായിട്ട് കൈയടിച്ച് നല്ല സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഫ്രഷേഴ്സ് എല്ലാം അടിപൊളിയാണ് ഗൈസ്, എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് പുഷപ്പ് ചാലഞ്ച് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ നമ്മളെ ഫയാസിനെ തോൽപ്പിക്കുന്ന ആൾക്ക് ക്യാഷ് പ്രൈസ് ആയിരുന്നു സമ്മാനം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദേ പറഞ്ഞ അവനും തോറ്റു. ദേ നമ്മുടെ ഫ്രഷറാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവന് 50 രൂപ പറഞ്ഞിട്ട് ഫൈസ് 100 രൂപ കൊടുത്തു. പിന്നെ നമ്മുടെ സീനിയേഴ്സിന്റെ വക പെട്ടെന്നൊരു ഡാൻസ് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ ജൂനിയേഴ്സിന്റെ ഡാൻസ് ആയിരുന്നു കേട്ടോ. എന്തായാലും അവര് പെട്ടെന്ന് ചെയ്തതാണ് പറയത്തില്ല. അടിപൊളിയായിരുന്നു. നല്ല പെർഫെക്ഷൻ ആയിട്ട് നല്ലോണം സൂപ്പറായിട്ട് കളിച്ചു. എന്തായാലും നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു കേട്ടോ അവരുടെ ഡാൻസ്. പിന്നെ നമ്മളെ പ്രോഗ്രാം എല്ലാം ഒരുവിധം തീരാറായപ്പോൾ പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിള്ളേർക്ക്. അവർ എൻജോയ് ചെയ്യട്ടെ, ഡാൻസ് ഒക്കെ കളിക്കട്ടെ. കൂടെ നമ്മളും കളിച്ചിട്ടുണ്ടായിരുന്നു. പാട്ട് കേട്ട് നമ്മൾ വെറുതെ നിൽക്കാറില്ലല്ലോ. 4:30 ആയപ്പോൾ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കുള്ള പണിയെന്ന് വെച്ചാൽ ഈ കസേരയെല്ലാം അടുക്കിയിടണം എന്നുള്ളതായിരുന്നു. അങ്ങനെ നമ്മൾ അതെല്ലാം ചെയ്ത് തീർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് ദേ അൻസിലിന്റെ ഈ നബിദിന പാട്ട് കണ്ടത്. ഏത് പരിപാടി വന്നാലും അൻസിലിന്റെ ഒരു നബിദിന പാട്ട് അവിടെ നിർബന്ധമാണ് ഗൈസ്. എന്തോ അതാണ് അവിടുത്തെ പ്രത്യേകത. പിന്നെ അവന്റെ പേരും പറഞ്ഞ് പിരിക്കാൻ നടക്കുന്ന കുറേ പേരാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ പൈസ ഒന്നും അവന് കിട്ടത്തില്ല, അത് വേറൊരു കാര്യം. അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.